ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ചെറിയ വ്ളോഗാണ്. അപ്പോൾ നമ്മൾ പയ്യാമ്പലത്തേക്ക് പോയാണ്. കണ്ണൂരിലെ പയ്യാമ്പലം അറിയാത്ത ആരും ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു ഫേമസ് ആയ സ്ഥലത്തേക്കാണ് പോകുന്നത്. പിന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു ഏരിയ കവർ ചെയ്തത് മുന്നത്തെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ആ ഒരു വേറെ സൈഡുണ്ട്. പക്ഷെ നമ്മൾ പോകുന്നത് ഇപ്പോൾ കിഡ്സ് സെക്ഷനാണ്. അവിടെ വലിയ പറക്കുന്ന കിഡ്സ് സെക്ഷനൊന്നും ഇല്ല, എന്നാലും ചെറിയൊരു പാർക്ക് പോലെ ഈ ഒരു ഏരിയയിൽ നമുക്ക് ഞാൻ പോയിട്ടുണ്ട്, എന്നാലും പോകൽ കുറവാണ്. ഇപ്പം കുഞ്ഞ് മോനെല്ലാം ആയതുകൊണ്ട് നമുക്ക് അവനെ ഒന്ന് സന്തോഷിപ്പിക്കാൻ എന്താ ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കലാണ്. എൻ്റെ അച്ഛൻ അമ്മയും ഇങ്ങനെ ഓരോ പാർക്കിലൊന്നും കൊണ്ടുപോയിട്ടുള്ള ഓർമ്മയൊന്നും എനിക്കില്ല കേട്ടോ. പക്ഷെ എൻ്റെ മോനെ കൊണ്ടുപോകാൻ എൻ്റെ അച്ഛനമ്മയുണ്ട്. അതൊരു ലക്കാണ്. സാവിക്ക് ആടെ എത്തിയിട്ടൊന്നും തിരിയുന്നൊന്നുമില്ല. പക്ഷെ അവിടെ കളിക്കാൻ വലിയതൊന്നുമില്ല. ഒരു അച്ചാച്ചൻ ഇങ്ങനെ ഓരോ സ്ഥലത്തേക്ക് കയറുന്നുണ്ട്. പക്ഷെ പുള്ളിക്ക് നല്ല പേടിയൊക്കെ ഉണ്ട്. കുറച്ച് സമയം കഴിഞ്ഞാൽ ശരിയാവും. ഫസ്റ്റ് ടൈം കയറിയതിൻ്റെ എല്ലാ പേടിയും ഓനുണ്ടായിന്. സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ സ്ഥലത്തിലും കൊണ്ടുവരുന്നത്. അത്രക്കൊന്നും പ്രായം ആയിട്ടില്ല എന്നറിയാം, എന്നാലും കുറച്ച് കൊണ്ടുവന്നാൽ നമുക്ക് കുറച്ച് ഹാപ്പി ആയിട്ടിരിക്കാം. പിന്നെന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ സമയം നമ്മളും പുറത്തിറങ്ങുക, കുറച്ച് ചില്ലാകാൻ. വീട്ടിൽ തന്നെ കുത്തിരിക്കുന്നവർക്കല്ലേ ഇതൊക്കെ ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് ഫീൽ ചെയ്യും. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ഹാപ്പിയാണ്. എൻ്റെ മോനെ സന്തോഷിപ്പിക്കുന്നതിൽ ഞാൻ ഹാപ്പിയാണ്. കാരണം അത് നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ അങ്ങനെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും, അങ്ങനെ ആൾക്കാരൊന്നും ഇല്ലാത്തൊരു ഏരിയ ആണ്. അതാ ഞാൻ പറഞ്ഞ നല്ല സ്പോട്ടാണ്. പ്രൈവസി ആഗ്രഹിക്കുന്നവർക്ക് അടിപൊളിയാണ് കേട്ടോ. പിന്നെ നമ്മൾ വേറൊരു സ്ഥലത്ത് പോയി. സത്യം പറഞ്ഞാൽ അത് വർക്കല്ല സംഭവം. ഞാൻ അച്ഛനോട് പറഞ്ഞത് അവിടെ ഇരിക്കുന്ന ഒരുപാട് പറഞ്ഞ സംഭവം എന്ന് വെച്ചാൽ അവിടെ ഒരു സ്റ്റില്ലായിട്ട് നിൽക്കുന്നത് കാണുന്നത് അതിന് ഭയങ്കര ടൈറ്റായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് മാറി ഗൈസ്. അപ്പോൾ ഇവൻ കുറച്ച് നല്ല പാർക്കിലൊക്കെ കൊണ്ടുപോകണമെന്നുണ്ട്. കൊണ്ടുപോകായിട്ട് എന്താ പറയുക, ഇവൻ്റെ പേടി ഈ ചെറിയ പാർക്കിൽ നിന്ന് മാറണമല്ലോ. അതിനുകൊണ്ടാണ് ഇവിടെ ആദ്യം വന്നത്. ഇനി നമുക്ക് മുന്നോട്ടുള്ള വഴികളിൽ ഇവനെ വലിയ വലിയ പാർക്കിൽ കൊണ്ടുപോകണമെന്നാണ്. അപ്പോൾ അവിടെ ഒരു ഊഞ്ഞാൽ കെട്ടി. ഊഞ്ഞാൽ എനിക്കും പണ്ടേ ഇഷ്ടമാണ്. അപ്പോൾ ഊഞ്ഞാലൊക്കെ നമ്മൾ അടിപൊളി ആർമാദിച്ച് കേട്ടോ. ഗൈസ്, അങ്ങനെ സാവി സെറ്റായി. ഇതിൽ സത്യം പറഞ്ഞാൽ അവിടെ ഒരു കുട്ടി ഇരുന്നിട്ടുണ്ട്. അതുകൊണ്ട് അവന് ധൈര്യമായി. അവൻ ഒറ്റയ്ക്ക് ഇരിക്കുന്നതുകൊണ്ടാണ് പേടി. അപ്പോൾ എങ്ങനെയാണ് പേടി മാറ്റുകയെന്ന് മനസ്സിലായി. അപ്പോൾ ഇനി പേടിക്കണ്ട, ഇനി നമുക്ക് അടിപൊളി വേറൊരു സ്ഥലത്തെല്ലാം പോവാമെന്ന് മനസ്സിലായി കേട്ടോ. കുറച്ച് വീഡിയോസും കുറച്ച് ഫോട്ടോസെല്ലാം എടുത്തിന്. പിന്നെ എന്ന് പറഞ്ഞാൽ അവിടെ എന്താ പറയുക, വലിയ ആർമാദിക്കാൻ പറ്റിയ സ്ഥലമൊന്നും അല്ല. അതായത് കുറച്ച് ആൾക്കാരെ ഉണ്ടാവും, അത്രയും വലിയ ഈ ഒരു ഏരിയ കേട്ടോ. പയ്യാമ്പലത്തിൻ്റെ ഈ ഒരു ഏരിയ കുറച്ച് ആൾക്കാർ കുറവാണ്. അപ്പോൾ ആ ഒരു അതാ ഞാൻ പറഞ്ഞത്, പ്രൈവസിയാണ് ഇവിടെ. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ മെയിൻ പയ്യാമ്പലത്തിൻ്റെ വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ട് നമ്മുടെ ചാനലിൽ. അപ്പോൾ കാണാത്തവർ എന്തായാലും കാണണേ. ഞാൻ താഴെ ലിങ്ക് കൊടുക്കാം. അതാണ് യഥാർത്ഥ നല്ല അടിപൊളി ഏരിയ. അപ്പുറത്തെ ഒരു സൈഡ് ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ശവകുടീരെല്ലാം വെച്ച ഏരിയയാണ്. അതായത് വലിയ വലിയ നേതാക്കന്മാരെല്ലാം ഈ ഒരു ശവകുടീരെല്ലാം മറ്റേ ഇതുപോലെ വെച്ചിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. ആ ഒരു സൈഡാണിത്. അപ്പോൾ അവിടെ ഈ പാലം കടന്നിട്ടാണ് പോകേണ്ടത്. നമ്മൾ ജസ്റ്റ് അവിടെയൊക്കെ പോയിട്ടുണ്ട്. വീടിൻ്റെ ലാസ്റ്റ് ഞാൻ അത് ജസ്റ്റ് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ടൈം ഉണ്ടായ കാലാവസ്ഥ അടിപൊളിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തത്. നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ കടൽ സൈഡ് എന്ന് പറഞ്ഞാൽ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. എല്ലാവരും ഒന്ന് ജസ്റ്റ് എന്താ പറയുക, മൈൻഡ് ഫ്രഷ് ആകാനും അല്ലെങ്കിൽ കൂളാകാനും ഒക്കെ പോകുന്നതാണ് ഈ കടൽ.
അപ്പോൾ പാർക്കിലൊക്കെ പോയിട്ട് ഞാൻ ജസ്റ്റ് സാവീനം നമ്മൾ ഒരു കടലിലേക്ക് വെള്ളത്തിലേക്ക്, കാരണം ഇവനിപ്പോൾ കുറച്ചായിട്ട് ഭയങ്കര വെള്ളത്തിൽ കളിയെല്ലാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു പണ്ട് ആ മുന്നത്തെ വീഡിയോയിൽ ആ ഹസ്ബൻഡിൻ്റെ കൂടെ പോയപ്പോൾ അവൻ നന്നായിട്ട് പേടിച്ചിട്ടൊരു സംഭവമാണ് നമ്മുടെ ഈ കടലിലെ വെള്ളം. അപ്പോൾ ഇപ്പം എങ്ങനെയാണെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. എനിക്കെങ്ങനെ അറിയില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് അമ്മനോട് പറഞ്ഞ് നമുക്കന്ന് ജസ്റ്റ് ഒന്ന് കടലിൽ ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നേട്ടാ. ഈ ഏരിയയിലൊന്നും പറഞ്ഞാൽ ആരും ഉണ്ടാവില്ല. ഒരു നല്ല കൂളാണ്. കാരണം എന്ന് വെച്ചാൽ പയ്യാമ്പലത്തിൻ്റെ മെയിൻ ഏരിയ അല്ല, ഇത് പാർക്കിൻ്റെ ആ ഒരു കടൽ സൈഡ് ഏരിയ ആണ്. അതായത് ഈ ശവമഞ്ചല ശവകുടീരെല്ലാം വെക്കുന്ന സ്ഥലം. അപ്പോൾ ഇവിടെ അങ്ങനെ ആരും അങ്ങനെ വരില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ ഫുഡിൻ്റെ കോട്ടും ഒക്കെ കുറവാണ്. അപ്പോൾ ഈ സൈഡ് പ്രൈവസിയാണ് കേട്ടോ മെയിനും. അപ്പോൾ നമ്മൾ വന്ന് ജസ്റ്റ് കടലിലേക്ക് കഴിഞ്ഞ് സാവിൻ്റെ കളി ജസ്റ്റ് എനിക്ക് മനസ്സിലായി. അവന് യാതൊരു പേടിയും കാണുന്നില്ല. അപ്പോൾ എന്തായാലും ഗൈസ് ഉറപ്പായിട്ടും അവൻ ഓടിയിട്ട് വെള്ളത്തിലേക്ക് മറിയാനുള്ള നല്ല ചാൻസ് ഉണ്ട്. ഹസ്ബൻഡ് പോയതിന് ശേഷം ഞാനും അങ്ങനെ കടൽ സൈഡൊന്നും വന്നിട്ടേ ഇല്ല. അപ്പം ഞാനും ജസ്റ്റ് ഒന്ന് ഇതുപോലെ തന്നെയാണ് പുറത്ത് പോയി കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് എൻ്റർടൈൻമെൻ്റ് ആകുന്നത്. അല്ലെ വീട്ടിൽ തന്നെയാണ് ഫുൾ ടൈം. അമ്മ ജോലിക്ക് പോവും, അച്ഛൻ ജോലിക്ക് പോവും, ഞാനും മോനും, അങ്ങനെയാണ് ലൈഫ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഹസ്ബൻഡ് വന്ന് ഇങ്ങനെ ഇതുപോലെ ഓരോരോ സ്ഥലത്ത് പോകും. അപ്പോൾ നമ്മളിങ്ങനെ ഔട്ടിങ്ങിന് പുറത്തിറങ്ങുന്നത് ഭയങ്കര റയറാട്ടാം. അതുകൊണ്ട് അതിൻ്റെതായ ഒരു ഹാപ്പിനെസ് ഒക്കെ എൻ്റെ മുഖത്ത് കാണാൻ പറ്റുന്നുണ്ടാകും. പിന്നെ സാവേജ് ഞാനൊന്ന് താഴെ ഇറക്കി ഗൈസ്. അപ്പം കാണാം അവൻ്റെ വിവരമൊക്കെ ഇപ്പോൾ മനസ്സിലായി. കാരണം എന്ന് വെച്ചാൽ യാതൊരു പേടിയില്ല. എൻ്റെ മോന് ഭയങ്കര ഇഷ്ടമായി. എല്ലാ മക്കളെ പോലെ തന്നെ ഞാൻ തോന്നുന്നു, നല്ലോണം ഇഷ്ടമായി. അപ്പോൾ വെള്ളം ആദ്യം കണ്ട് പേടിയുണ്ടായിരുന്നു ആ ഒരു വീഡിയോയിൽ. കാരണം നമ്മൾ സൈഡിൽ അന്ന് വന്നേരം അവൻ ഈ കടൽ സൈഡ് വന്നപ്പോൾ എന്തൊരു പേടിയാണെന്നറിയോ, ഈ കടലും വെള്ളവും ഒക്കെ നന്ന പേടിയുണ്ടായിരുന്നു. ഇപ്പോൾ പേടിയില്ല. ആൾ നല്ല ഹാപ്പി ആയിട്ട് ഓടലും ഒക്കെ ആയിരുന്നു. കടലിൽ വെള്ളത്തിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഇനി അധികം നേരം ഇവിടത്തേക്ക് നിൽക്കാനുള്ള ആ ഒരു ഇതില്ല. അതുകൊണ്ട് നമ്മൾ വേഗം കരക്ക് കയറി. എനിക്കങ്ങനെ വെള്ളത്തോടുള്ള എന്താ പറയുക താല്പര്യമൊന്നുമില്ല. പോയിന് പണ്ടൊക്കെ ആയിരുന്നു അതിനോടുള്ള താല്പര്യം. ഈ കാലിൽ വെള്ളം തട്ടിക്കുക, തിരയിൽ ഈ കടൽ സൈഡിൽ നമ്മൾ മറ്റേ എന്താ പറയുക പേരെഴുതിയിട്ട് കടൽ വന്ന് മായ്ക്കുന്നത്, അങ്ങനത്തെയൊക്കെ ഓരോരോ പ്രാന്തൊക്കെ ഉണ്ടായിന്. ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ ഏതോ ഒരു എന്താ പറയുക തള്ള വൈബ് എന്നെല്ലാം പറയുന്നില്ല, അതുപോലെ ആയി, തള്ള വൈബായി. അപ്പോൾ അങ്ങനെയായി ഗൈസ്. അപ്പോൾ അങ്ങനെയല്ലാണ് കാര്യങ്ങൾ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ എന്താ പറയുക വലിയ വലിയ നേതാക്കന്മാരുടെ ശവകുടീരങ്ങളാണ് ഇവിടെ കാണുന്നത്. അപ്പം ഞാൻ ജസ്റ്റ് അവിടെ പോയിട്ട് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ ഞാനിത് ആഡ് ചെയ്തത്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഈ ഒരു എന്താ പറയുക ഇല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ എനിക്ക് രാത്രി പേടിയാവുന്ന ആളാണ്. അവിടെ ഞാൻ അങ്ങനെ പോക്കൊന്നുമില്ല. അപ്പോൾ കുട്ടീനെയും കൊണ്ട് അമ്മ വരണ്ടെന്ന് പറഞ്ഞിന്. അപ്പോൾ വീഡിയോയിൽ ആഡ് ചെയ്യേണ്ടതുകൊണ്ട് മാത്രം ഞാനിങ്ങനെ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. പയ്യാമ്പലത്തെ ആ ഒരു ഏരിയ ഇതാട്ടോ. നമുക്കിങ്ങനെ വലിയ നേതാക്കന്മാരെ കൊടിയേരിയിലൊക്കെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നീ നാളെ ഞാൻ, എന്തായാലും ഈ ഒരു ഏരിയയിൽ നമ്മളും വരേണ്ട ആൾക്കാരാണല്ലേ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് അടിപൊളി ഒരു വ്ളോഗിൽ കാണാം കേട്ടോ. ബൈ.